ഇറാന് ഇസ്രയേൽ തിരിച്ചടി നൽകി. ഇസ്ഫ്ഗാൻ നഗരം ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണമാണ് നടത്തിയത്. ഇറാനിലെ പ്രധാന സൈനിക താവളം ഉള്ള പട്ടണമാണ് ഇസ്ഗഫാൻ. തിരിച്ചടി ഉണ്ടായതോടെ പശ്ചിമേഷ്യ വലിയ ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ആണ് ചേരുന്നത്. സുവി, ഈ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ പൊതുവെ വിലയിരുത്തപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടിക്ക് നിൽക്കരുത് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ അത് അനുസരിക്കാൻ ഇസ്രായേൽ ഒരുക്കമല്ല. ഇപ്പോൾ തന്നെ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇസ്രായേൽ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ലോകരാഷ്ട്രങ്ങൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഭിലാഷ്, ലോകരാജ്യങ്ങളുടെ സമവായ ശ്രമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്ഹഫാൻ എന്ന് പറയുന്ന മേഖലയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഈ നതാൻസ് എന്ന് പറയുന്ന ആണവ നിലയം ഉൾപ്പെടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്ന് ചിലർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇത്തരത്തിൽ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. നിരവധി നാളുകളായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇരുപക്ഷവും പരസ്പരം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾക്കുള്ള എല്ലാ ശ്രമങ്ങളും ലോകരാഷ്ട്രങ്ങൾ നടത്തിയതാണ്. പ്രത്യേകിച്ചും UN നേതൃത്വത്തിൽ ഉൾപ്പെടെ നടത്തിയിരുന്നതാണ്. അതെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടി നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ 1 സിറിയൻ ആസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിനു നേരെയായിരുന്നു ആദ്യ ആക്രമണം ഉണ്ടായത്. അതിന് തുടർച്ചയായി നിരവധി തവണ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇരുപക്ഷവും നടത്തുകയാണ്. ഇപ്പോൾ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും എന്ന പ്രതീക്ഷ തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഈ നിമിഷത്തിൽ പറയാം. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു മിസൈൽ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിലാഷ്, പ്രാദേശിക സമയം പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതികളെയാണോ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്നത് സ്ഥിരീകരിക്കാനാകുന്നില്ല എന്ന് കൂടിയാണ് അമേരിക്ക കൂട്ടിച്ചേർക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥൻ നൽകിയത്.